വാർത്തകളിലേക്ക് ADGP MR അജിത് കുമാറിനെ പോലീസിന്റെ കായിക ചുമതലയിൽ നിന്നും മാറ്റി പകരം ചുമതല എസ് ശ്രീജിത്തിന് നൽകി. പോലീസ് ഇൻസ്പെക്ടർ റാങ്കിൽ ബോഡി ബിൽഡിംഗ് താരങ്ങളെ നിയമിക്കുന്നത് വിവാദമായതിന് പിന്നാലെയാണ് തീരുമാനം. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, പ്രധാനമായും തീരുമാനമുണ്ടായത് ഇത്തരത്തിലൊരു വിവാദമുണ്ടായതിന് പിന്നിലാണ്. എപ്പോഴത്തേക്കുണ്ടാവും മറ്റ് നടപടിക്രമങ്ങൾ? കാളിദാസൻ, ഇപ്പോൾ ADGP MR അജിത് കുമാറിനെ പോലീസിന്റെ കായിക ചുമതലയിൽ നിന്നും നീക്കം ചെയ്തിരിക്കുകയാണ്. ബോഡി ബിൽഡിംഗുമായി ബന്ധപ്പെട്ട 2 താരങ്ങളെ ഇൻസ്പെക്ടർ റാങ്കിലേക്ക് കയറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിന് പിന്നാലെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. സർക്കാർ ആ സാഹചര്യത്തിൽ പറയുകയായിരുന്നു, ഈ ഇളവുകൾ വരുത്തിയതിന് ശേഷം മറ്റു ആളുകളെ കൂടി നിയമിക്കണമെന്നായിരുന്നു. എന്നാൽ അതിന് അത് മാനദണ്ഡങ്ങൾ വേറെ രീതിയിൽ വരുത്തി തീർത്ത് അതിനുള്ളിലേക്ക് 2 ബോഡി ബിൽഡിംഗ് താരങ്ങളെ ഉൾപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായത് വലിയ വിവാദമായിരുന്നു. വിവാദത്തെ തുടർന്നാണ് ഇപ്പോൾ നടപടി. ഏതായാലും MR അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിച്ചതോടെ തന്നെ ഇനി ആ ചുമതല ഏൽക്കുന്നത് ADGP എസ് ശ്രീജിത്താണ്. ഏതായാലും ശ്രീജിത്തിന് ഇനി ചുമതല നൽകുന്നതോടെ MR അജിത് കുമാറിന് പോലീസിന്റെ സ്പോർട്സ് വകുപ്പിൽ നിന്നും മാറി നിൽക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കാളിദാസൻ, തീർച്ചയായും വിഷ്ണു സൂചിപ്പിച്ചു, ആ ഒരു മാനദണ്ഡങ്ങൾ മാറ്റി ഇത്തരത്തിലൊരു നിയമനത്തിലേക്ക് കടന്നു MR അജിത് കുമാർ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നടപടി അജിത് കുമാറിന് നേരെ ഉണ്ടായത്. എന്താണ് ആ മാനദണ്ഡങ്ങൾ? അല്ലെങ്കിൽ MR അജിത് കുമാർ മാറ്റി സ്ഥാപിക്കാൻ ശ്രമിച്ച ആ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി ഒന്ന് പറഞ്ഞാൽ കൂടുതൽ വ്യക്തമാകുമായിരുന്നു. കാളിദാസൻ, 2 ബോഡി ബിൽഡിംഗ് താരങ്ങളെ പോലീസ് ഇൻസ്പെക്ടർ റാങ്കിൽ നിയമിക്കാനുള്ള തീരുമാനമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ആഭ്യന്തര വകുപ്പ് DGPക്ക് കത്തയക്കുകയും മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അതിനുള്ളിൽ നിർക്കർഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ സ്ഥാനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിന് കുറച്ചുകൂടി ഇളവ് വരുത്തി അതിന് നിയമനം നടത്തണമെന്നാണ് സർക്കാരിന്റെ തീരുമാനം. നേരത്തെ സർക്കാർ തീരുമാനിച്ച പല കായിക താരങ്ങളെയും ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ബോഡി ബിൽഡിംഗ് താരങ്ങളെ നിയമിക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തകൾ വരെ വന്നത് വലിയ വിവാദമായിരുന്നു. അതിനെ തുടർന്നാണ് അജിത് കുമാറിനെ കായിക ചുമതലയിൽ നിന്നും നീക്കം ചെയ്തിട്ടുള്ളത്. കാളിദാസൻ, തീർച്ചയായും അത്തരത്തിലൊരു മാനദണ്ഡങ്ങൾ സർക്കാർ പാലിച്ചിട്ടുള്ള അല്ലെങ്കിൽ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു മാനദണ്ഡങ്ങൾ സ്വീകരിക്കാതെ പ്രത്യേക രീതിയിൽ ഈ ബോഡി ബിൽഡിംഗ് താരങ്ങളെ ഇൻസ്പെക്ടർ റാങ്കിൽ എത്തിക്കാൻ ശ്രമിച്ചതിനാണ് പ്രധാനമായും വിവാദമുണ്ടായതെന്ന് തന്നെയാണ് വിഷ്ണു പറഞ്ഞതിൽ നിന്നും കൂടുതൽ നമുക്ക് മനസ്സിലാകുന്നത്.